സേതുലക്ഷ്മിയെ വളരെ ക്രൂരമായിട്ട് എം.എസ്.എൻ കോളേജിൻ്റെ ക്യാമ്പസിനകത്തിട്ട് മർദ്ദിച്ചു. SFI പ്രവർത്തിക്കുന്നവരെ ഒന്നടങ്കം കള്ളക്കേസിൽ കൊടുക്കുവാൻ വേണ്ടിയുള്ള വലിയ തരത്തിലുള്ളൊരു പരിശ്രമം ഇവിടുത്തെ സ്ഥലം MLA-യും ഇവിടുത്തെ ഇവിടുത്തെ മന്ത്രിയുമായിട്ടുള്ള ലിജു അടക്കമുള്ളവരുടെ ഒത്താശയോടുകൂടി തന്നെയാണ് കഴിഞ്ഞ ദിവസം കായംകുളം M.S.N കോളേജിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ. നമുക്കറിയാം, ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥി സംഘർഷങ്ങൾ എല്ലാ ഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം M.S.N കോളേജിൽ SFI ഹെൽപ്പ് ഡെസ്ക് രൂപീകരിച്ചും അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു സംഘർഷം ഉടലെടുത്തത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ പൊതുവേ നമുക്ക് ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിച്ചു. അപ്പോൾ ഇവിടെ കാണേണ്ട ഒരു പ്രത്യേകത, SFIയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള സേതുലക്ഷ്മിയെ വളരെ ക്രൂരമായിട്ട് M.S.N കോളേജിൻ്റെ ക്യാമ്പസിനകത്തിട്ട് മർദ്ദിച്ചു. അത് അവിടെയുള്ള അധ്യാപകർക്കും അവിടെ നിന്നിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കും വരെ അറിയാം. സ്വാഭാവികമായിട്ട് രണ്ട് കൂട്ടരും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഹോസ്പിറ്റലിൽ അഡ്മിറ്റായതിനു ശേഷം രണ്ട് കൂട്ടർക്കുമെതിരെ FIR ഇട്ട് പോലീസ് കേസെടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള നടപടിയാണ്, പോലീസ് കേസെടുക്കും. പക്ഷേ അതിനുശേഷം സംഭവിച്ചത് പൊളിറ്റിക്കൽ അജണ്ട നടപ്പാക്കുക, രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലുകൾ നടപ്പിലാക്കി വിദ്യാർത്ഥി പ്രവർത്തകരെ ഒന്നടങ്കം, അല്ലെങ്കിൽ SFI പ്രവർത്തിക്കുന്നവരെ ഒന്നടങ്കം കള്ളക്കേസിൽ കൊടുക്കുവാൻ വേണ്ടിയുള്ള വലിയ തരത്തിലുള്ളൊരു പരിശ്രമം ഇവിടുത്തെ സ്ഥലം MLA-യും ഇവിടുത്തെ ഇവിടുത്തെ മന്ത്രിയുമായിട്ടുള്ള ലിജു അടക്കമുള്ളവരുടെ ഒത്താശയോടുകൂടി തന്നെയാണ് ഈ പോലീസ് ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചത്. ഒരു കാര്യം ഞങ്ങൾ വ്യക്തമായിട്ട് പറയാം, വിദ്യാർത്ഥി സംഘർഷങ്ങളൊക്കെ ക്യാമ്പസിനകത്ത് കഴിഞ്ഞ 10 വർഷവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിലിരുന്നപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഓരോ വിദ്യാർത്ഥി പ്രവർത്തകർക്കും ഒരു വിദ്യാർത്ഥി നേതൃത്വത്തിനെതിരെയും അത്തരത്തിലുള്ളൊരു വൈരാഗ്യ ബുദ്ധിയോടുകൂടിയുള്ള ഒരു കേസും ആ ഗവൺമെൻറ്റും ആയിരിക്കുന്ന സർക്കാരും എടുത്തിട്ടില്ല. ഇത് വളരെ വ്യക്തമായിട്ട് SFI പ്രവർത്തനത്തെ ദുർബലമാക്കുക. നമുക്കറിയാം, കഴിഞ്ഞ ക്യാമ്പസിനെ സംബന്ധിച്ചിടത്തോളം SFIയുടെ യൂണിയനാണ് അധികാരത്തിലിരിക്കുന്നത്. ആ SFIയുടെ യൂണിയനെ ആക്രമിച്ചും കായികമായിട്ട് നേരിട്ടും ആ അടുത്ത തെരഞ്ഞെടുപ്പിൽ അവിടെ യൂണിയൻ പ്രവർത്തനം പിടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ക്യാമ്പസിൽ നിന്നും പുറത്ത് പഠിച്ചു പോയവരെ വീണ്ടും റീ അഡ്മിഷനിലേക്ക് വരുത്തിയിട്ട് അത്തരത്തിലുള്ള ആക്രമണത്തിന് KSU നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം, അങ്ങനെയൊക്കെ ഭരണസ്വാധീനം ഉപയോഗിച്ച് ഞങ്ങളുടെ പ്രവർത്തകരെയും SFI പ്രവർത്തനത്തെയും ഒക്കെ ദുർബലപ്പെടുത്തി അങ്ങനെ കായംകുളത്ത് അങ്ങനെ പോകാമെന്ന് വെച്ചാൽ ഞങ്ങളുടെ തീരുമാനം അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ തന്നെയാണ് ഞങ്ങളുടെയും തീരുമാനം. അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കും. അതിനകത്തൊരു സംശയമില്ല. ഇത്തരത്തിലുള്ള സംഭവങ്ങളെ അതേ രീതിയിൽ തന്നെ കാണുവാൻ കായംകുളത്തെ പോലീസും തയ്യാറാകണം എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്ത് അവിടെ ഇല്ലാത്ത SFIയുടെ DC മെമ്പർമാർക്കും അതുപോലെ തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ആ സംഭവമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഇല്ലായിരുന്നു. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സേതുലക്ഷ്മി SFIയുടെ ജില്ലാ കമ്മിറ്റി മെമ്പറാണ്, അവർക്കെതിരെയും കേസ് കൊടുത്തേക്കുവാണ്. അവരാണ് ആക്രമിക്കപ്പെട്ടത്. സഖാവ് അതുപോലെ തന്നെ അലിയെ ക്രൂരമായിട്ടാണ് മർദ്ദിച്ചത്. അപ്പോൾ ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കാനാണ് UDF-ഉം കോൺഗ്രസും KSU ഒക്കെ ശ്രമിക്കുന്നത്. അതിന് ശക്തമായിട്ടുള്ള പ്രതിഷേധവും പ്രതിരോധമൊക്കെ ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും.